ഫിനിക്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 10ാമത് ആനുവൽ കോൺഫറൻസും ഡോക്ടർ ബാബുക്കുട്ടി മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ സെമിനാറും ആലുവയിൽ നടന്നു. ഉദ്ഘാടനം മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ സിറാജ് കാസിം നിർവഹിച്ചു. ഫിനിക്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 10ാമത് ആനുവൽ കോൺഫറൻസും ഡോക്ടർ ബാബുക്കുട്ടി മെമ്മോറിയൽ വിദ്യാഭ്യാസ സെമിനാറും ആലുവയിൽ YMCAയിൽ നടന്നു. 1ാം ഘട്ട തുടർ വിദ്യാഭ്യാസ പരിപാടി വിജയകരമായി പൂർത്തീകരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ഒപ്പം അവർക്കായി തുടർച്ചയായ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഉൾപ്പെടെ 300ഓളം പേർ പങ്കെടുത്ത പരിപാടിയിൽ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ രവി KR അധ്യക്ഷപദം അലങ്കരിച്ചു. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ നിൽക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് ബോധവൽക്കരിച്ച് കുട്ടികളെ മാത്രമല്ല അവരുടെ മാതാപിതാക്കന്മാരെയും, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പലരും വരാറില്ലെങ്കിലും വരുന്നവർക്ക് അതിന്റെ ഗുണം കിട്ടുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. പുറകിലിരിക്കാനല്ല, മുമ്പിലെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മുൻപിലെത്താനുള്ള സ്വപ്നമാണ് നമ്മൾ കാണേണ്ടത്. ഉയർന്ന ചിന്താഗതി നമ്മളിൽ ഉണ്ടാകണം, ഉയർന്ന ചിന്താഗതി വെച്ചു പുലർത്തണം. അതിലേക്ക് വേണ്ട ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കണം. ഈ ധൈര്യം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. സിറാജ് കാസിം നടത്തിയ ഉദ്ഘാടന പ്രസംഗം ഏറെ ഹൃദയസ്പർശിയും ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ ശരീരം മാത്രമാണ് മരണത്തിലേക്ക് യാത്രയായിരിക്കുന്നത്. നിന്റെ മനസ്സും നിന്റെ ആത്മാവും അതിലെ സ്വപ്നങ്ങളും ഞങ്ങൾ അറിയുന്നു. ഞങ്ങളിലൂടെ നീ ഉയർത്തെഴുന്നേൽക്കും. അന്ന് ആ കൂട്ടുകാർ പറഞ്ഞ ഉയർത്തെഴുന്നേൽപ്പാണ് ഇന്ന് ഇവിടെ കാണുന്ന ഈ ചടങ്ങെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കൂട്ടുകാരന്റെ പേര് EC ബാബുക്കുട്ടി. YMCA എക്സിക്യൂട്ടീവ് സെക്രട്ടറി കുര്യൻ പോൾ മുഖ്യപ്രഭാഷണം നടത്തി. നിങ്ങളെ തയ്യാറാക്കിയുള്ള നിങ്ങളുടെ പേരൻസ്, നിങ്ങളെ വീട്ടിലുള്ള ജ്യേഷ്ഠന്മാരല്ലെങ്കിൽ മറ്റ് ആളുകള് നിങ്ങളെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കി വിടുമ്പോൾ എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങള് പുതുതായിട്ട് മനസ്സിലാക്കണം. അവരുടെ ഒരു ശാരീരികവും മാനസികവും ആത്മീയമായ ഒരു ഡെവലപ്മെന്റ്, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് മകൻ അല്ലെങ്കിൽ മകൾക്ക് ഉണ്ടാവും എന്ന് ആഗ്രഹിച്ച് വളരെ താല്പര്യത്തോടു കൂടി ഇതിലേക്ക് വിടുന്ന മാതാപിതാക്കളുണ്ട്. അവരെയും എത്ര പ്രശംസിച്ചാലും നമുക്ക് മതിയാവില്ല. സുജ വിൽസൺ, ആരതി രാജൻ, സിന്ധു S എന്നിവർ ആശംസകൾ അറിയിച്ചു. 1 വർഷം നീണ്ടുനിന്ന തുടർ വിദ്യാഭ്യാസ പരിപാടി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുകയുണ്ടായി. തുടർന്ന് നടന്ന ചർച്ചാ ക്ലാസുകൾ പ്രമുഖ മോട്ടിവേറ്റർ KV രമേശ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഹിസ്റ്ററി വിഭാഗം പ്രൊഫസർ ഡോക്ടർ മാളവിക ബെന്നി, മോട്ടിവേഷൻ സ്പീക്കർ അഡ്വക്കേറ്റ് സതീഷ് സാരഥി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആ സംവാദം കുട്ടികൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകി. ന്യൂസ് ഡെസ്ക് മാതൃദേശം.